ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് ഇരിക്കുമ്പോൾ കർത്താവ് അവരോട് പറഞ്ഞ 2 ഉപമകളെക്കുറിച്ചാണ്. അത് നാം കാണുന്നത് ആദ്യത്തേത് 44 വാക്യത്തിൽ, രണ്ടാമത്തേത് 45ഉം 46ഉം വാക്യങ്ങളിൽ. 44 ഒന്നാമത്തേത് നാം കാണുന്നത്, 45ഉം 46ലുമാണ് രണ്ടാമത്തെ ഉപമയെക്കുറിച്ച് നാം കാണുന്നത്. 44 വാക്യത്തിൽ, ഒറ്റ വാക്യത്തിൽ തന്നെ നാം കാണുന്നത് ഒളിച്ചു വെച്ച നിധിയുടെ ഉപമ. ദ പാരബിൾ ഓഫ് ദ ട്രഷർ ദാറ്റ് വാസ് ഹിഡ് ഇൻ എ ഫീൽഡ്. ഒരു നിലത്ത് ഒളിച്ചു വെച്ച ഒരു നിധിയുടെ ഉപമ. ആ വാക്യം ഞാനൊന്ന് വായിക്കാം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ടു, തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. അത് ഞാൻ ന്യൂ ലിവിങ് ട്രാൻസ്ലേഷനിലും ഞാനൊന്ന് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, അതും കൂടെ ഒന്ന് വായിക്കാം. അതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് ലൈക്ക് എ ട്രഷർ ദാറ്റ് എ മാൻ ഡിസ്കവേർഡ് ഹിഡൻ ഇൻ എ ഫീൽഡ്. ഇൻ ഹിസ് എക്സൈറ്റ്മെന്റ് he hid it again and sold everything he owned to get enough money to buy the field. അതൊരു സിംപ്ലിഫൈഡ്, അല്പം കൂടി സരളമായിട്ട് പറഞ്ഞ ഒരു വെർഷൻ ആയതുകൊണ്ട് ഞാൻ ആ വെർഷനിലാണ് അതൊന്ന് വായിച്ചത്. ഇനി 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 45 സെക്കൻഡ് സമയം എടുക്കുക. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്താണ്? ഇവിടെ ഈ നിധി എന്താണ്? ആ വയൽ ഏതാണ്? ആ മനുഷ്യൻ? ഈ 3 കാര്യങ്ങളാണല്ലോ നമ്മളിവിടെ പ്രധാനമായിട്ട് കാണുന്നത്. ഒന്ന്, ഒരു നിധി, ഒരു വയല്, പിന്നെ മൂന്നാമത്തേത് ഒരു മനുഷ്യൻ. ഇത് ആത്മീകമായിട്ട് എന്തിനേയും ആരെയുമാണ് സൂചിപ്പിക്കുന്നത്? അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്താണ്? ഏതാണ് ഈ വയല്? രണ്ടാമത്തേത്, ആ നിധി എന്ന് പറയുന്നത് അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മൂന്നാമത്തേത്, ആ മനുഷ്യൻ എന്ന് പറയുന്നത് അതാരാണ്? ഈ ഉപമയിൽ അതിൽ കൂടെ കർത്താവ് നമ്മളെ മനസ്സിലാക്കി തരുന്ന സത്യം എന്താണ്? അല്പമൊന്ന് ഇന്ററാക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ് ഞാനത് ചോദിച്ചത്. ഞാൻ തന്നെ ഒരു ലെക്ചർ പോലെ ഞാൻ അങ്ങനെ എടുക്കാറില്ല. എൻ്റെ സെക്യുലർ ക്ലാസ് ആകട്ടെ മറ്റു കാര്യങ്ങളും ആകട്ടെ, അങ്ങനെ ഒരിക്കലും ഞാൻ പഠിപ്പിക്കാറില്ല. എനിവേ, ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വന്നു കാണും. ഓക്കെ, അതങ്ങനെ ഇരിക്കട്ടെ. അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം എന്താണെന്നുള്ളത് നമുക്ക് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ഇത് നാം വായിക്കുന്ന സമയത്ത് ദൈവം തൻ്റെ ശിഷ്യന്മാരോടാണ് ഇത് പങ്കുവെക്കുന്നത്. ശിഷ്യന്മാർ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ലഭിക്കണം, അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ചെലവഴിച്ച സമയങ്ങളിലെല്ലാം അവരോട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. ചില കാര്യങ്ങൾ അവർ ഗ്രഹിച്ചു, ചിലത് ഗ്രഹിച്ചില്ല. പത്രോസ് അവസാന നാളുകളിൽ ഒരു ഘട്ടത്തിൽ എന്താ പറഞ്ഞത്? ഐ ആം റെഡി ടു ഗിവ് മൈ ലൈഫ്. എൻ്റെ ജീവിതം തന്നെ തരാൻ ഞാൻ ഒരുക്കമുള്ളവനാണ്. ആ പത്രോസാണ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞത്, അല്ലേ? എന്തിന്? ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പല ഘട്ടങ്ങളിൽ കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ സമയങ്ങളിലെല്ലാം പത്രോസ് മിക്കവാറും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ പത്രോസാണ് യോഹന്നാന്റെ സുവിശേഷം അവസാനം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് എന്താ പറയുന്നത്? ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട പത്രോസാണ് വീണ്ടും പറയുന്നത്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? ശിഷ്യന്മാരോടും കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും ചിലത് അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല. ഗത്സമന തോട്ടത്തിലെ ഒന്ന് ചിന്ത ഒന്ന് ശ്രദ്ധിക്കുക. കർത്താവ് അവരോട് ആവർത്തിച്ചു പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പ്. അവരെന്തോ ചെയ്തു? ഉറക്കം തൂങ്ങി.
ഉറക്കം തോന്നി. ഗുരുവാണ് പറഞ്ഞത് ശിഷ്യന്മാരോട്, വളരെ താഴ്മയോടുകൂടെ വിനയത്തോടുകൂടെ അവരോട് റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞു, അപേക്ഷിച്ച് പറഞ്ഞു, ജാഗരിച്ചിരിക്കുക. കർത്താവ് സ്നേഹമുള്ളവനാണ്, നമ്മോടും ചില കാര്യങ്ങൾ പറയുന്നു. ആ ശ്രദ്ധയോടുകൂടെ നമുക്കായിരിക്കാം. ഇവിടെ ഒന്നാമത്തേത് നാം കാണുന്നത് ഒരു നിലത്തെക്കുറിച്ച്, ഒരു വയൽ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഒരു വയൽ. രണ്ടാമത്തേത് ആ വയലിൽ ഒളിച്ചു വെച്ച് നിധി, എ ഫീൽഡ് ആൻഡ് എ ട്രഷർ ദാറ്റ് ഈസ് ഹിഡ് ഇൻ ദാറ്റ് ഫീൽഡ്. മൂന്നാമത്തേതാണ് അവിടെ ഒരു മനുഷ്യൻ അത് കണ്ടു. എന്നാൽ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ചെയ്തത് അതിനെ വീണ്ടും മറച്ചിട്ടു. ഹി ഹിഡ് ഇറ്റ് അഗെയിൻ. അതിനുശേഷം താൻ ചെയ്തത് തൻ്റെ സന്തോഷത്താൽ, ഹി വാസ് സോ എക്സൈറ്റഡ്, ആ സന്തോഷത്തിൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ഇവിടെ ഈ നിധി എന്ന് പറയുന്നത്, ഈ ഉപമയിൽ തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് യേശു ക്രിസ്തു പങ്കുവെക്കുന്നത്, ഈ നിധി എന്ന് പറയുന്നത് ദ നേഷൻ ഓഫ് ഇസ്രായേൽ. അത് ഇസ്രായേലിനെ സംബന്ധിച്ചാണ്. അതിനെക്കുറിച്ചുള്ള വാക്യങ്ങൾ ഞാൻ റെഫറൻസ് പറയുമ്പോൾ ഒന്ന് എടുത്ത് പെട്ടെന്നൊന്ന് വായിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടും കംപ്ലീറ്റ് ചെയ്യാം. ഒന്നാമത് നമുക്ക് വായിക്കാം പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. പുറപ്പാട് 19:5. പുറപ്പാട് 19:5 അതിനാണോ? അതെ. പ്രത്യേക സമ്പത്തായിരിക്കും, ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ എന്ന്. അപ്പോ എ പിക്യൂലിയർ ട്രഷർ അല്ലേ, അങ്ങനെയല്ല ഇംഗ്ലീഷിൽ പറയുന്നത്? സ്പെഷ്യൽ ട്രഷർ. ഓക്കെ, എനിക്ക് തോന്നുന്നു KJV കൊടുത്തിരിക്കുന്നത് എ പിക്യൂലിയർ ട്രഷർ, ഒരു പ്രത്യേക സമ്പത്ത് എന്ന് പറയുന്നത്, ട്രഷർ എന്ന് പറയുന്നത്, അത് അത്രയും പൊസസീവായിട്ടാണ് നമ്മൾ അതിനെ കാത്തു സൂക്ഷിക്കുന്നതും നമ്മൾ അതിനെ കരുതുന്നതും. അപ്പോൾ തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത്, നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്തായിരിക്കും. അബ്രഹാമുമായിട്ട് കർത്താവ് ഒരു നിയമം സ്ഥാപിച്ചു, എ കവനന്റ് വിത്ത് ഏബ്രഹാം. ഇവിടെ നാം കാണുന്നത് മോശയുമായിട്ടുള്ള ഒരു ഉടമ്പടി, ഒരു നിയമം. ഈ രണ്ട് നിയമം തമ്മിൽ വ്യത്യാസം എന്താണ്? അബ്രഹാമിൻ നൽകിയ നിയമം, അതുപോലെ മോശയിൽ കൂടെ കർത്താവ് നൽകിയ നിയമം, ദി എബ്രഹാമിക് കവനന്റ് ആൻഡ് ദ മൊസൈക് കവനന്റ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു ചോദ്യമാണ്. അബ്രഹാമിക് കവനന്റ് അത് അൺകണ്ടീഷണൽ ആണ്, അതിന് യാതൊരു കണ്ടീഷൻ ഇല്ല. എന്നാൽ മൊസൈക് കവനന്റ് ഇത് വായിക്കുമ്പോൾ തന്നെ അവിടെ എന്താ പറയുന്നത്? 5-ാം വാക്യം ഒന്നുകൂടി ഒന്ന് വായിക്കുക. ചെയ്താൽ അവിടെ ഒരു കണ്ടീഷൻ ഇല്ലേ? ഉണ്ട്. അപ്പോ മൊസൈക് കവനന്റ് എന്ന് പറയുന്നത് അത് ഒരു കണ്ടീഷനോട് കൂടെയാണ്. നിങ്ങൾ ചെയ്താൽ യു വിൽ ബി എ പിക്യൂലിയർ ട്രഷർ. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനം അത് ആരംഭിക്കുന്നത് അബ്രഹാമിൽ കൂടെയാണ്. പിന്നീട് അതൊരു വലിയ ഒരു നേഷനായിട്ട് മാറുന്നത് എപ്പോഴാണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇനി അതിനോടനുബന്ധിച്ച് വേറൊരു വാക്യം കൂടി നമുക്ക് നോക്കാം. സങ്കീർത്തനം 135-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. ആ 135:4. ശരി. നിക്ഷേപമായിട്ട്, നിക്ഷേപം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ,
ദാറ്റ് ഈസ് ഓൾസോ എ ട്രഷർ. ഓക്കെ, ദാറ്റ്സ് ഓൾസോ എ ട്രഷർ, ഒരു പിക്യൂലിയർ ട്രഷർ. അങ്ങനെയാണ് ആ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ നിധി ഈ ഉപമയിൽ പറഞ്ഞിരിക്കുന്നത് അത് ഇസ്രായേൽ രാഷ്ട്രത്തെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ രാഷ്ട്രത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ സംബന്ധിച്ച് നാം കാണുന്നത് എന്താണ്? അവർ ആ കൽപ്പനയെല്ലാം ലംഘിച്ചു. അതിന് ഫലമായിട്ട് അവർ അശ്ശൂരും അതുപോലെ തന്നെ ബാബിലോണിയ 2 പ്രവാസത്തിലേക്ക് അവരെ കർത്താവ് ഏൽപ്പിച്ചു. ആ അടിമ അവസ്ഥയിലേക്ക്, പ്രവാസ അവസ്ഥയിലേക്ക് കർത്താവ് അവരെ തള്ളിയിട്ടു. എന്നാൽ കർത്താവ് പൂർണ്ണമായിട്ട് അവരെ തള്ളിയിട്ടോ? നമുക്കറിയാവുന്ന ഭാഗമാണ് റോമാലേഖനം 9, 10, 11 അധ്യായങ്ങൾ. 9-ാം അധ്യായത്തിൽ അവരുടെ തെരഞ്ഞെടുപ്പും 10-ാം അധ്യായത്തിൽ അവരെ ത്യജിച്ചു കളഞ്ഞതും 11-ാം അധ്യായത്തിൽ അവരുടെ റെസ്റ്റോറേഷൻ, അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന, അവർക്ക് നൽകിയിരിക്കുന്ന, അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് അവരെ വീണ്ടെടുക്കുക, ആ ഭാഗങ്ങൾ ഓർമ്മിപ്പിക്കുന്ന അധ്യായങ്ങളാണ് റോമാലേഖനം 9, 10, 11. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ദ സെലക്ഷൻ, റിജക്ഷൻ ആൻഡ് റെസ്റ്റോറേഷൻ. അപ്പോൾ തൻ്റെ ജനത്തിനു വേണ്ടി കർത്താവിനൊരു പദ്ധതി ഉണ്ട്. ആ ജനം കർത്താവിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് കർത്താവിൽ നിന്ന് ദൂരെ പോയതിൻ്റെ ഫലമായിട്ട് ഒരു ഒളിച്ചു വെച്ചൊരവസ്ഥയിൽ തന്നെ അവർ തുടർന്നു. കർത്താവ് അവരുടെ മധ്യത്തിലേക്ക് വന്നു. ഈ ഒരു ജാതിയെ കർത്താവ് ഒരുക്കിയതിൻ്റെ പിന്നിലുള്ള വലിയ ഉദ്ദേശം എന്ന് പറയുന്നത്, അതിൽ കൂടെയാണ് ലോകരക്ഷിതാവായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്നത്. ഇനി അതിനോടുകൂടെ ചേർന്ന് ഒരു വാക്യം കൂടി ഞാൻ പറയാം. അത് റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നു. അവരുടെ പ്രത്യേകത ധാരാളമുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. അത് റോമാലേഖനം 3-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. റോമാലേഖനം അതിൻ്റെ 3-ാം അധ്യായം. എന്നാൽ യഹൂദന് എന്ത് വിശേഷത, അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെ ഉണ്ട്. ചോദ്യം ചോദിച്ചിട്ട് പൗലോസ് പറയുകയാണ്, അതിൽ ധാരാളം കാര്യങ്ങൾ പറയാനാണ്. അതിൽ ഒന്നാമത്തെ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തത്, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നത് തന്നെ. മനസ്സിലായോ? വിശേഷതകൾ ഏറെയുണ്ട്. അതിൽ ഒന്നാമത്തേത് ഏതാണ്? ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നൽകിയത് അവർക്കാണ്. ആ ഇസ്രായേൽ ജനത്തെ, ആ ജാതിയെ കർത്താവ് പൂർണ്ണമായിട്ട് തള്ളി കളയുമോ? ഒരിക്കലുമില്ല. അതിനുവേണ്ടി ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ അധ്യായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 13-ാം അധ്യായത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ നിധി എന്ന് പറയുന്നത് അത് ഇസ്രായേലിനെ സൂചിപ്പിക്കുന്നത് ആണ്. അത് പ്രത്യേകമായിട്ട് നാം ഓർക്കുക. ഇതിനോടനുബന്ധിച്ച് ഒരു വാക്യം കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. 1 കൊരിന്ത്യർ അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യം. 1 കൊരിന്ത്യർ അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യം. മതി മതി അത് ഇംഗ്ലീഷിലൊന്ന് വായിക്കാമോ? 32-ാം വാക്യം. ഗീവ് നോ ഒഫൻസ്, ഒന്നിനൊരു ഇടർച്ചയാകാതെ. ഏതിനാ? 3 കാറ്റഗറി അവിടെ പറയുന്നുണ്ട്, 3 കൂട്ടരെ അവിടെ പറയുന്നുണ്ട്. ഒന്നേതാ? യഹൂദന്മാര്. രണ്ടാമത്തേത് യവനന്മാരെന്ന് അവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ അത് ജാതികളാണ്. അതായത് യഹൂദന്മാർ അല്ലാത്തവർ. യഹൂദന്മാരല്ലാത്തവരെല്ലാവരും ജാതികളാണ്, ജെന്റൈൽസ്. മൂന്നാമത്തേത് ചർച്ച്. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ വളരെ അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമുണ്ട്. OM സാറിന്റെ സിസ്റ്റമാറ്റിക് തിയോളജി ഒരു വലിയ പുസ്തകമാണ്, മലയാളത്തിലാണ്. ഇംഗ്ലീഷിൽ ജോൺ വാൾവുഡ് എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ ഇൻ ഹിസ്റ്ററി, നേഷൻസ് ഇൻ ഹിസ്റ്ററി, ചർച്ച് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകം. അതെനിക്ക് തോന്നുന്നു ഞാൻ ഷോണിനോട് അതൊന്ന് പങ്കുവെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഈ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചാൽ മാത്രമേ
ഈ മൂന്ന് കൂട്ടരെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കും. യഹൂദന്മാര്, കർത്താവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ജാതികൾ, പിന്നെ ദൈവത്തിന്റെ സഭ. ദൈവസഭ എന്ന് പറയുമ്പോൾ ഈ ക്രിസ്ത്യഗോളം, സോകോൾഡ് ഒരു ക്രിസ്ത്യഗോളത്തിലുള്ള സഭയല്ല, ദൈവത്തിന്റെ സഭ, ദ ചർച്ച് ദാറ്റ് ഹി ഈസ് ബിൽഡിങ്. അതിൽ യഹൂദനും ജാതികളും എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. ദാറ്റ് ഈസ് ദ ചർച്ച് ഓഫ് ഗോഡ്. യഹൂദരും ജാതികളും പിന്നെ ദൈവസഭ. അതിനൊന്നും ഒരിക്കലും നാം ഒരു ഇടർച്ചക്കല്ല് ആകരുത്. അപ്പോൾ നമ്മൾ കണ്ടു, ദൈവത്തിൻ്റെ നിധി എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ നിക്ഷേപം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സമ്പത്ത് എന്ന് പറയുന്നത് അത് ഇസ്രായേലാണ്. അത്രയും മൂല്യമാണ് കർത്താവ് അതിന് കൊടുക്കുന്നത്. അടുത്തത് വയൽ. ഇവിടെ ഒരു വയലിനെ കുറിച്ച് പറയുന്നു. ആ വയലിലാണ് ഇത് ഒളിച്ച് വെച്ചതും വീണ്ടും അതിനെ മറച്ചിട്ടതും. ആ വയൽ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇതേ അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. 24-ാം വാക്യം ഒന്ന് വായിക്കാം. 13-ാം അധ്യായത്തിലെ 24. തൻ്റെ നിലം എന്ന് പറയുന്നുണ്ട് അല്ലയോ 24-ാം വാക്യത്തിൽ? ആ ആ തൻ്റെ നിലത്ത്, അത് മതി, തൻ്റെ നിലത്ത്. ഓക്കെ, ദാറ്റ് ഈസ് ഹിസ് ഫീൽഡ്. ഇനി 27-ാം വാക്യം. അതിൽ മതി ഒരു മിനിറ്റ്. അവിടെ യജമാനനെ വയലിൽ, ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ ഇൻ യുവർ ഫീൽഡ്. ഓക്കെ, നിന്റെ വയലിൽ. ഓക്കെ, നിന്റെ വയലിൽ. ഇനി 31-ാം വാക്യം. തന്റെ വയലിലിട്ടു. ഓക്കെ, ഇനി 36-ാം വാക്യം. ഇനി 38-ാം വാക്യം. 38. അല്ലല്ല, അതിന്റെ തുടക്കത്തിൽ, 38-ന്റെ തുടക്കത്തിൽ ഒരു വാക്യം പറഞ്ഞു. അല്ല 38-ന്റെ തുടക്കം. വയൽ ലോകം. അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത്. അപ്പൊ വയൽ ഏതാ? ലോകം. ഓക്കെ, ദ ഫീൽഡ് പോയിന്റ്സ് ടു ദി എൻറ്റയർ വേൾഡ്. ഈ ലോകത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ വയൽ എന്ന് പറയുന്നത്. അപ്പോ ഈ ഇസ്രായേൽ, തൻ്റെ പിക്യൂലിയർ ആയിട്ട് താൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, ആ ജാതി ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ എന്ത് സംഭവിച്ചു? അത് ഒളിച്ച അവസ്ഥയിലേക്ക് പോയി. അതാണ് പഴയ നിയമത്തിൽ നാം കാണുന്നത്. ആവർത്തന പുസ്തകത്തിലും ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് പിന്നീട് വേണമെങ്കിലും നോക്കിയാൽ മതി. വായിക്കുന്നവർ അതൊന്ന് നോട്ട് ചെയ്യുന്നു. റെഫറൻസ് മാത്രം പറഞ്ഞു പോകാം. 7:6, ആവർത്തന പുസ്തകം 7:6. ആവർത്തന പുസ്തകം തന്നെ 14-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. പിന്നെ ഇപ്പൊ നമുക്ക് ആ റെഫറൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ട് അങ്ങ് പോവാം. ആദ്യത്തേത് 7:6, രണ്ടാമത്തേത് 14:2, മൂന്നാമത്തേത് 26-ാം അധ്യായത്തിലെ 18-ാം വാക്യം. 26-ാം അധ്യായത്തിലെ 18-ാം വാക്യം. അത് മൂന്നും ആവർത്തന പുസ്തകത്തിലുള്ളതാണ്. ഇനി അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ, അതായത് പഴയ നിയമത്തിലെ അവസാന പുസ്തകമായ മലാഖായി പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അവിടെയും തൻ്റെ ജനത്തെക്കുറിച്ച് കർത്താവ് പറയുന്ന വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. അത് നമ്മൾ കാണുന്നത് 3-ാം അധ്യായത്തിലെ
മലാഖായി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും എന്ന സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. എന്നാൽ ഇംഗ്ലീഷിൽ അവിടെ അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അടുത്ത വാക്യത്തിൽ നാം കാണുന്നത്, അത് ഇംഗ്ലീഷിലൊന്ന് വായിക്കാമോ? 17-ാം വാക്യം, 3:17. അതെ. ഓക്കെ, അത്രേ ഉള്ളൂ അല്ലയോ? ഓക്കെ ഓക്കെ എനിവേ, അത് അവിടെയും ആ അവസാന പുസ്തകത്തിലും തൻ്റെ ജനത്തെ ഒരു അമൂല്യ നിധി പോലെ ആണ് കർത്താവ് നോക്കുന്നത്. നിധിയും വയലും നമുക്ക് മനസ്സിലായി. പഴയ നിയമത്തില് ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് നാം കാണുന്നു, മറ്റ് രാജ്യങ്ങളെ പോലെ രാജാവിനെ അവർ ചോദിക്കുന്നു, അവർക്കൊരു രാജാവ് ലഭിക്കുന്നു. എന്നാൽ പിന്നീട് സോളമന്റെ കാലം കഴിഞ്ഞ് ആ രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു. 10 ഗോത്രം ഒന്നിലും, അടുത്ത 2 ഗോത്രം വേറെ ഒന്നിലും. പിന്നീട് അവരാണ് പ്രവാസത്തിലേക്ക് പോകുന്നത്. അശൂർ പ്രവാസം ആരംഭിക്കുന്നത് 722 BC-യിലും, അതുപോലെ തന്നെ ബാബേൽ പ്രവാസം അത് 606-ൽ ആരംഭിച്ച് 584 വരയ്ക്കും ആ പ്രവാസം സമയം അവരവിടേക്ക് പോവുകയാണ്. പ്രവാസിയായിട്ട് ആ സ്ഥലത്ത് അവരായിരിക്കുന്നു. എന്നാൽ അവിടെ നിന്ന് കർത്താവ് വീണ്ടും അവരെ റെസ്റ്റോർ ചെയ്ത് കൊണ്ടുവരുന്നു. അത് പിന്നീടുള്ള പോസ്റ്റ് എക്സിലിക് പ്രോഫിറ്റ്സ്, പ്രവാസകാലത്തിന് ശേഷമുള്ള പ്രവാചക പുസ്തകങ്ങളിൽ അവർ മടങ്ങി വന്ന് യെരുശലേം ദേവാലയം പണിയുന്നു എന്ന ചരിത്രമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഇവരുടെ സ്ഥിതി ഒളിച്ചു വെച്ചൊരു നിധിയുടെ സ്ഥിതിയിലാണ്. കർത്താവ് യേശുക്രിസ്തു ജനിക്കുന്ന സമയത്ത് തൻ്റെ ശൈശവ ബാല്യകാലം കഴിഞ്ഞ് പരസ്യ ശുശ്രൂഷയിലേക്ക് വരുമ്പോഴും ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനം ഏത് അധികാരത്തിന്റെ കീഴിലാണ് ഇരിക്കുന്നത്? അവർക്കൊരു ഹെരോദാവ് എന്ന് പറയുന്ന രാജാവുണ്ട്. എന്നാൽ ഏത് ഭരണത്തിന്റെ കീഴിലാണ് അവരുള്ളത്? ആ സമയത്ത് ഇസ്രായേൽ ഏത് ഭരണത്തിന്റെ കീഴിലാണ്? റോമാ ഭരണത്തിന്റെ കീഴിൽ. ഓക്കെ, റോമാ ഭരണത്തിന്റെ കീഴിൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയാത്തൊരു സ്ഥിതിയിൽ ഒരു പ്രൊവിൻഷ്യൽ ഒരു റൂളിന്റെ അണ്ടറിലായിരിക്കുന്നത് പോലെയാണ് അവർ ആയിരിക്കുന്നത്. അപ്പോൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം, അവിടെ 1 മുതൽ 18 വരെയൊക്കെയുള്ള വാക്യങ്ങളിൽ 2 ഉപമകൾ അവിടെ വിവരിച്ച് പറയുന്നുണ്ട്. അതും നമുക്ക് ഒട്ടും സമയമില്ല, പിന്നീട് വായിക്കുക. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 18 വരയ്ക്കും, അതിൽ 1 മുതൽ 6 വരയ്ക്കും, പിന്നീട് 7 മുതൽ 18 വരയ്ക്കും. ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും ഇത് ഒളിച്ചിരിക്കുന്നൊരവസ്ഥയിലാണ് തൻ്റെ നിക്ഷേപം, തൻ്റെ സമ്പത്ത്, തൻ്റെ നിധി ആയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി ഈ മനുഷ്യനെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നു. അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട്, അവൻ കണ്ടു ആ നിധി അവിടെ ഒളിച്ചിരിക്കുന്നു എന്നുള്ളത്, അവൻ അതിനെ വീണ്ടും മറച്ചിട്ടു. ഹി ഹിഡ് ഇറ്റ് അഗെയിൻ. ആ മനുഷ്യൻ ആരാ? അതിനോടനുബന്ധിച്ച് 2 വാക്യങ്ങൾ നമുക്ക് നോക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 7-ാം വാക്യം. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. ദൈവമായ യഹോവ, അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിച്ചത്. ദൈവമായ യഹോവ, ജഹോവ എലോഹിം. ദൈവത്തിന്റെ പല നാമങ്ങളിലൊരു നാമമാണ് ദൈവമായ യഹോവ, അല്ലെങ്കിൽ ജഹോവ
എലോഹിം, ദൈവത്തിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന നാമമാണ്. ഇവിടെ ഈ മനുഷ്യൻ എന്ന് പറയുന്നത്, അതിനെ നമ്മൾ ഇതേ അധ്യായത്തിൽ തന്നെ കാണുമ്പോൾ ഈ മനുഷ്യൻ ആരാണെന്നുള്ളത് നമ്മൾ അവിടെയും കാണുന്നു. അതിൻ്റെ 37-ാം വാക്യം ഒന്ന് വായിക്കുക. നമ്മൾ നേരത്തെ വായിച്ചതാണ്, 13:37. വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ. അത് വ്യാഖ്യാനിച്ച് പറയുമ്പോഴാണ് ആ കാര്യം അവിടെ പറയുന്നത്. 24-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. അപ്പൊ ആ മനുഷ്യനെ കുറിച്ച് 37-ാം വാക്യത്തിൽ അത് വ്യാഖ്യാനിച്ച് പറയുമ്പോൾ പറയുന്നത് എന്താണ്? അത് വിതയ്ക്കുന്നവൻ ആരാണ്? മനുഷ്യപുത്രനാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഈ ജഹോവ എലോഹീം എന്ന്, ദൈവമായ യഹോവ എന്നാണ്. അപ്പോൾ അത് ദൈവം അതിനെ അവിടെ അതിനെ വീണ്ടും അത് കണ്ട് അത് മറച്ചിടുന്നു. അത് കണ്ട് അത് മറച്ചിടുന്നു. ഇറ്റ് ഈസ് ഹിഡൻ അഗെയിൻ. അതല്ലേ സംഭവിച്ചത്? തൻ്റെ ജനത്തിന് മധ്യത്തേക്ക് നമ്മുടെ കർത്താവ് വന്നു. എന്നാൽ അവർ കർത്താവിനെ സ്വീകരിച്ചോ? ഇല്ല. അവർക്ക് ഏത് സമയം വരയ്ക്കും കർത്താവ് ഒരു അവസരം കൊടുത്തു? അതറിയാമോ? തൻ്റെ ജനത്തിന് മധ്യത്തേക്ക് വന്നു, അവർ സ്വീകരിച്ചില്ല. എന്നാൽ അവർക്ക് വീണ്ടും വീണ്ടും അനുദപിച്ച് മാനസാന്തരപ്പെട്ട് അവർ മശിഹായിലേക്ക് തിരിയണം എന്ന് അവർക്ക് വീണ്ടും വീണ്ടും കർത്താവ് അവസരം കൊടുത്തു. ഏത് ഘട്ടം വരയ്ക്കും? സ്തേഫാനോസ് രക്തസാക്ഷിയായി തീരുന്നവരയ്ക്കും. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ ആ കാര്യം കാണുന്നുണ്ട്. സ്തേഫാനോസ് അവരോട് സംസാരിക്കുന്നു. ആ സംസാരത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവരെന്താ പറയുന്നത്? അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം. അവസാനം ഭാഗത്തേക്ക് വരുമ്പോൾ, ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. എന്തുകൊണ്ടാണ്? അവസാനം പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ അവരുടെ സ്ഥിതി വീണ്ടും ഒരു ഹിഡൻ സ്റ്റേറ്റിലേക്ക് പോയി. പിന്നീട് അവർ ചിതറിപ്പോയതിനെ കുറിച്ചെല്ലാം നമുക്കറിയാം. ആ ചരിത്രമൊന്നും ഞാൻ ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പിന്നെ അവരൊരു രാജ്യമായിട്ട് പിന്നെ വരുന്നത് ഏത് വർഷമാണ്? Israel was declared as a nation. When was it? 1948. 1948 അവർ വീണ്ടും ഒരു രാജ്യമായിട്ട് വരുന്നത്. അതുവരയ്ക്കും. എന്നാൽ ഇപ്പോഴും രാജ്യം എന്ന നിലയിൽ അതുണ്ടെങ്കിലും നമുക്കറിയാം അവരെന്തുമാത്രം പരിശോധനയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ന്യൂസിലെന്നും നമ്മൾ കാണുന്നുണ്ടെങ്കിലും അവരുടെ സ്ഥിതി മറച്ചിട്ട ഒരു സ്ഥിതിയിൽ തന്നെ ആയിരിക്കുന്നു. എന്നാൽ ഈ മനുഷ്യനെ കുറിച്ച് നാം കാണുകയാണ്, തൻ്റെ സന്തോഷത്താൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്തോഷം, പിതാവായ ദൈവത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് താൻ തിരഞ്ഞെടുത്ത് അവരെ യഥാസ്ഥാനപ്പെടുത്തുക. ഒരു ആത്മാവ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ്. എന്തോ ഒരു ഗൗരവമാണെന്ന് ചിന്തിക്കുക. ഞാൻ ചിലരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ പറയും, ബിഫോർ ഐ കെയിം ടു നോ ദിസ് ബ്രദർ, ദ ഹെവൻ റിജോയ്സ്ഡ് ഇൻ ഹിം. അതിൻ്റെ അർത്ഥം, ഞാൻ ഈ സഹോദരനെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹത്തിൻ്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതിൽ സ്വർഗം സന്തോഷിച്ചു. അതൊരു സാധാരണ ഒരു വിഷയമല്ല. ഓരോ പാപി മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ്. അപ്പോൾ തൻ്റെ രാജ്യവും ആ രാജ്യത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതിയിലേക്ക് മടങ്ങി വരുന്ന ആ സന്തോഷം മുന്നേ കണ്ടുകൊണ്ട് ഈ ഗേവ് എവ്രിതിങ്. അവിടെ നമ്മൾ വായിക്കുന്നത്, ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയലാണ് വാങ്ങിയത്.
ആ വയൽ അതേതാണ്? ലോകം. നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന വാക്യം ഏതാ? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. എന്താ വായിക്കുന്നത്? God so loved the world. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, that he gave his only begotten son. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി. ഇപ്പോൾ വ്യക്തമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ശിഷ്യന്മാരോട് പങ്കുവെച്ചത് ഈ വയല്, ലോകം, അതിലൊളിച്ചിരിക്കുന്ന നിധി, അത് ഇസ്രായേൽ. അത് വീണ്ടും അത് കണ്ടുകിട്ടിയപ്പോൾ അത് വീണ്ടും ഒളിച്ചു വെച്ചു. പിന്നെ ആ സന്തോഷത്താൽ തനിക്കുള്ളതൊക്കെയും കൊടുത്ത് ആ വയൽ താൻ വാങ്ങി. തുടർന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് കർത്താവ് കൃപ നൽകട്ടെ. അതിനോട് ബന്ധത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ആ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. സമയം കഴിഞ്ഞു, ഇവിടെ നിർത്താം. അതിൽ ഒരു വില അവിടെ കൊടുക്കുന്നത് നാം കാണുകയാണ്. വലിയവനായ ദൈവം, ഹി ഈസ് ദി ആർക്കിടെക്റ്റ്. സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടികർത്താവാണ് നമ്മുടെ കർത്താവ്. ബിക്കോസ് എവ്രിതിങ് ഈസ് ക്രിയേറ്റഡ് ബൈ ഹിം. അവനാൽ സൃഷ്ടിക്കപ്പെട്ടു. സോ ഹി ഈസ് ദി ആർക്കിടെക്റ്റ്. അവൻ തന്നെയാണ് അതിൻ്റെ ഏജന്റ്. ബിക്കോസ് ഇറ്റ് വാസ് ക്രിയേറ്റഡ് ത്രൂ ഹിം. അവനാൽ സൃഷ്ടിക്കപ്പെട്ടു. മൂന്നാമത്തേത്, he is the aim, because everything was created for him. അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. by him, അവനാൽ. രണ്ടാമത്തേത് through him, അവനിൽ കൂടെ. മൂന്നാമത്തേത് for him, അവന് വേണ്ടി. so he is the creator and he is also the redeemer. അവൻ സൃഷ്ടികർത്താവാം ദൈവം മാത്രമല്ല, പിന്നെയോ അവൻ വീണ്ടെടുപ്പുകാരൻ കൂടിയാണ്. നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മൾ ചിന്തിക്കുക. നമ്മുടെ സൃഷ്ടിച്ചത് നമ്മുടെ കർത്താവ്, ഈസ് ദ ക്രിയേറ്റർ ഗോഡ്. എന്നാൽ നമ്മുടെ സന്തോഷത്തെ ഇരട്ടിപ്പിക്കുന്ന സത്യം എന്ന് പറയുന്നത്, ഈസ് ഓൾസോ അവർ റെഡീമർ ഗോഡ്. നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ രക്ഷിതാവും നമ്മുടെ കർത്താവുമാണ് നമ്മുടെ വലിയവനായ ദൈവം. ദൈവത്തിന് സ്തോത്രം. ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇസ്രായേലിനോട് സംബന്ധിച്ചുള്ള വിഷയമാണ്. മറ്റേതിൻ്റെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ടറി ഒരു 5 മിനിറ്റ് സമയം തരുവാണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് തുടക്കം കുറിച്ചിട്ട് നിർത്താം. അടുത്ത ഉപമയാണ് അതിനോടൊപ്പം ചേർന്ന് പറയുന്നത്. നാം കാണുന്നത് 45-ഉം 46-ഉം വാക്യങ്ങൾ. ആ ആ മതി. ഈ രണ്ടിൽ പല സാമ്യങ്ങളുണ്ട്, ഈ രണ്ട് ഉപമകളിലും. അതേസമയം വളരെ വ്യത്യാസങ്ങളുള്ള സത്യങ്ങളുമുണ്ട്. രണ്ടാമത്തെ ഉപമ ഈ ഭാഗത്ത് നാം കാണുന്നത് വിലയേറിയ മുത്തിൻ്റെ ഒരു മുത്ത്, ഗുഡ്ലി പേൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ദൈവസഭയെ സൂചിപ്പിക്കുന്ന സത്യമാണ്. ഈ മുത്ത് അത് ഇറ്റ് സ്പീക്സ് ഓഫ് ദ ചർച്ച്. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. മുത്ത് നമുക്കറിയാം, വജ്രം, മരതകം പോലെ ഉള്ള വളരെ വിലയേറിയ കല്ലുകൾ, അതുപോലെയുള്ളൊരു കാര്യമല്ല ഈ മുത്തെന്ന് പറയുന്നത്. ഈ വചനത്തിൽ ഈ പറഞ്ഞ ഉപമകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില സാധന പാഠങ്ങൾ അതൊക്കെ എത്രയോ സ്പഷ്ടമായിട്ടും എത്രയോ അർത്ഥവത്തായിട്ടാണ് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തിനാണ് ഇവിടെ മുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്? എന്തുകൊണ്ട് അതുപോലെ വിലയേറിയ മറ്റേതെങ്കിലും വിഷയത്തെക്കുറിച്ച് അതുപോലെ ഈക്വലി തത്തുല്യമായിട്ടുള്ള മൂല്യമുള്ളതാണല്ലോ പൊന്നാകട്ടെ, വജ്രമാകട്ടെ, മരതകമാകട്ടെ, മറ്റ് വിലയേറിയ കല്ലുകളാകട്ടെ, അതല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം മുത്ത്. മുത്ത് നമ്മളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അത്
ഈ ഓർണമെന്റ്സ് ഉള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ രഹബോത്തിലേക്ക് കൊടുത്തു. മമ്മിയുടെ താല്പര്യപ്രകാരം മമ്മി സുബോധത്തോടുകൂടി ഉള്ളപ്പോൾ തന്നെ ആ ഉണ്ടായിരുന്ന ആഭരണങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം രഹബോത്ത് മമ്മിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അവരത് വിറ്റ് കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിലൊരു പേൾ സെറ്റ് ഉണ്ടായിരുന്നു. അത് എൻ്റെ അനുജന് ജോലി കിട്ടിയപ്പോൾ അവൻ ആദ്യത്തെ ശമ്പളത്തിൽ അവൻ്റെ താല്പര്യത്തിൽ വാങ്ങിച്ചു കൊടുത്തതാണ്. അത് നല്ല വിലയുമുണ്ട്. മുത്ത് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ 2 ടൈപ്പിലുള്ളത്. ഒരു ടൈപ്പിലെ മുത്ത് അത് ഇച്ചിരി നീളം കാണും, അതും ഒറിജിനൽ മുത്ത് തന്നെയാണ്, എന്നാൽ അല്പം നീളമുള്ളതാണ്. എന്നാൽ ഏറ്റവും വിലയേറിയ മുത്തെന്ന് പറയുന്നത് കംപ്ലീറ്റ് റൗണ്ടാണ്. അത് ഒരു കംപ്ലീറ്റ് ഒരു സ്പിയർ പോലെ ആയിരിക്കും, അത് റൗണ്ടായിട്ട്. അതിലൊട്ടും വേറെ ഒരു കർവോ മറ്റു കാര്യങ്ങളൊന്നും വരത്തില്ല. ആ മുത്ത്, അതിന് ഒറിജിനൽ മുത്തില് മാനുഷികമായിട്ട് ഒരു കരത്തിൻ്റെ ഒരു കാര്യവും അതിലില്ല. അതിനൊന്ന് അവർ റിഫൈൻ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഷേപ്പിലോ അതിനൊന്ന് ഫൈൻ ട്യൂൺ ചെയ്യാനോ മറ്റ് ഒരു കാര്യം അവർ ചെയ്യുന്നില്ല. എന്നാൽ ഡയമണ്ട് എങ്ങനെയാ? ഡയമണ്ടിന്റെ ഒറിജിനൽ അൺകട്ട് ഡയമണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കാർബൺ ആണ്, കൽക്കരി പോലെയുള്ള സാധനമാണ്. അതിനെയാണ് ക്യാരറ്റും കട്ടും കളറും എല്ലാം കൊണ്ടുവന്ന് അതിന് ശരിക്കും അതിൻ്റെ എഡ്ജസ് ഒക്കെ അതിന് ഡിഫറെൻറ്റ് ഇത് കൊടുത്ത് മുറിച്ചെടുക്കുന്നതാണ് വജ്രം. അതുപോലെ തന്നെയാണ് എമറൽഡ് അല്ലെങ്കിൽ മരതകം. അതിനെല്ലാം പല വിധത്തിലുള്ള മാനുഷിക കൈകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ മുത്തെന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ചിപ്പി, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഓയിസ്റ്റർ അല്ലെങ്കിൽ ക്ലാം എന്ന് പറയുന്നത്, അതിൻ്റെ ശരീരത്തിൽ ഒരു മൺതരിയോ എന്തെങ്കിലും ഒന്ന് കയറിയിട്ട് അവിടെ ഒരു ക്ഷതമുണ്ടാകും. ആ ക്ഷതത്തെ ഹീൽ ചെയ്യാൻ വേണ്ടിയുള്ള ചില സിക്രിയേഷൻ അതിൻ്റെ ബോഡിയിൽ വരും. അത് വന്ന് ഡെപ്പോസിറ്റ് ആയിട്ടാണ് ഈ മുത്ത് ഫോം ചെയ്യുന്നത് ആ ചിപ്പിക്കുള്ളിൽ. അപ്പോൾ അത് ഈ വൂണ്ട് എത്ര ഡീപ്പാണ് അത്രയും ഫൈനായിട്ടാണ് ഈ മുത്ത് വരുന്നത്. അത്രയും ഫൈനായിട്ടാണ് ഈ മുത്ത് വരുന്നത്. അതിൻ്റെ ആത്മീയമായിട്ടുള്ള അർത്ഥം നമുക്ക് മനസ്സിലായി കാണും അല്ലേ? ഇറ്റ് ഈസ് ത്രൂ സഫറിങ് ദാറ്റ് അവർ ഗോഡ് ഹി റിഡീംഡ് ദ ചർച്ച്. അപ്പം അതുകൊണ്ടാണ് ഈ മുത്ത് സൂചിപ്പിക്കുന്നത് ദൈവസഭയെ. നമ്മൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. ആ വാക്യം കൂടി വായിച്ച് ഒരു കാര്യം പങ്കുവെച്ച് ഞാൻ ഇരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് 21:21. ആ മതി. അവിടെ ആ മനോഹരമായ ദൃശ്യത്തെക്കുറിച്ച് വിവരിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത് 12 ഗോപുരവും 12 മുത്ത്, 4 ദിശയിൽ 3 വാതിലുകൾ. ആ ഗോപുരങ്ങളിലെല്ലാം മുത്തുകളാണ്. നമ്മുടെ സ്ഥലം സഭയെ സംബന്ധിച്ച് ഈ പറയുന്ന സത്യം വലിയൊരു സത്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചത്, there should be unity in the church. അത് ക്ഷണഭംഗുരമാണ്. ഒരു വജ്രം അത് ഏതെങ്കിലും വിധത്തിൽ അതിൻ്റെ ഒരു ക്രാക്ക് വന്നാൽ അതിനെ വീണ്ടും പണിഞ്ഞെടുക്കാം എന്ന് പറഞ്ഞാൽ ആ ഭാഗം നീക്കിയിട്ടത് വീണ്ടും ആ ഡയമണ്ട് നമുക്ക് ശരിയാക്കാൻ പറ്റും. എമറൽഡും അങ്ങനെ തന്നെ, മരതകവും അങ്ങനെ തന്നെ. എന്നാൽ ഒരു മുത്ത് അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. അത്രയും ക്ഷണഭംഗുരമാണ് ഈ മുത്ത്. ഞാൻ എന്തിനാ കാര്യം പറഞ്ഞത്? സഭയ്ക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറുവാനായിട്ട് ശത്രു എപ്പോഴും പ്രവർത്തിക്കുന്നു. പുറത്തു നിന്നും അകത്തു നിന്നുമുള്ള പോരാട്ടം എപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മുടെ സഭയിൽ ഈ സാത്താന്റെ കെണിയിൽ അകപ്പെടാതെ നമ്മൾ ആയിരിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ പൂർണ്ണ ആശ്രയം കർത്താവിലായിരിക്കണം. പൂർണ്ണ ആശ്രയം കർത്താവിലായിരിക്കണം.
ദൈവവചനം അനുസരിച്ച് സ്ഥലസഭയെ ഭരിക്കുന്നതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിപാലിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നതും ഒരു വ്യക്തിയല്ല. ശിരസായ കർത്താവ്, ആ ശരീരത്തിന് അംഗങ്ങളായിട്ടുള്ള സഭാ മൂപ്പന്മാരും ശുശ്രൂഷകരും, അതെല്ലാം ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മൂപ്പനല്ല, ഒരു ശുശ്രൂഷകനല്ല, ഒരു സുവിശേഷകനല്ല. അവിടെ എല്ലാം അതിനുവേണ്ടി കർത്താവ് തിരഞ്ഞെടുത്ത് ആക്കിയിരിക്കുന്നവര്, അതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. അവര് ഈ വാതിലുകൾ സൂക്ഷിച്ച് നോക്കണം. തൻ്റെ കുടുംബത്തിലുള്ളവര് എല്ലാ വിധത്തിലും ആരോഗ്യത്തോടുകൂടെ ആയിരിക്കണം എന്നുള്ളത് അവർ ശ്രദ്ധിച്ചു നോക്കണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കെ വി സൈമൺ സാറിൻ്റെ പാട്ടിലെ ഒരു വരി പാടിയിട്ട് ഞാനിരിക്കാം. 1006 അതിൻ്റെ 3-ാമത്തെ സ്റ്റാൻസയിൽ നമ്മൾ പാടുന്നത് ഇങ്ങനെയാണ്: 12 ഗോപുരങ്ങൾ മുത്ത് 12 കൊണ്ടു തന്നെ മുതമരുളും തങ്കമേ വീതി പാർത്താൽ സ്ഫടിക സമം തങ്കോവോർക്കാനന്ദമേ, സമം തങ്കോവോർക്കാനന്ദമേ. നിർമ്മലമാം സുഹൃതം തൻ പൊന്നൊളിയാർ നമരുമിടം, നിർമ്മലമാം സുഹൃതം തൻ പൊന്നൊളിയാർ നമരുമിടം കാംക്ഷിച്ചു പാർത്തിടുന്നേ, പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടുന്നേ, പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടുന്നേ, പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടുന്നേ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.